ഹായ് ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കണോ? അപ്പോൾ ഇന്ന് ക്ലാസ്സില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഒന്ന് ഒഴിവായതുകൊണ്ട് നമ്മൾ കുറച്ച് മീനൊക്കെ മേടിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടോ. അങ്ങനെ കാത്തിരുന്ന് ഞങ്ങൾ വരില്ലായിരിക്കും എന്ന് വിചാരിച്ചിട്ടോ. കഴിഞ്ഞ ഒരു ഷോർട്ട് വീഡിയോസിൽ നമ്മുടെ റോഡിൻ്റെ ശോചനാവസ്ഥയൊക്കെ നമ്മൾ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് വേനൽക്കാലമായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് മീൻകാരി വരും കേട്ടോ. നമുക്ക് മീൻകാരൻ ചേട്ടന്മാർ ഇതിനെ വരും. മഴക്കാലമായിട്ടുണ്ടെങ്കിൽ നമുക്ക് മുട്ടോളം വെള്ളമാണ്. അപ്പോൾ ഒരു ആളും നമുക്ക് ഇതിനെ മീൻ കൊണ്ടുവരില്ല കേട്ടോ. കാരണം വണ്ടി കൊണ്ടുവരാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ്. അപ്പം അങ്ങനെ വരില്ലേ എന്നൊക്കെയുള്ളൊരു ടെൻഷൻ കാരണം അങ്ങനെ രാവിലെ നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വരില്ലേ എന്നുള്ളൊരു ആകെ ഒരു ആലോചനയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ആൾ വന്നു കേട്ടോ. കുറച്ച് വൈകിട്ടാണെങ്കിലും വന്നു, ഒരു 9 മണിയൊക്കെ ആയപ്പോഴത്തേനും കേട്ടോ. അപ്പം ഞാൻ ചോറിന് അരി ഇടുന്ന തിരക്കിലായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ എന്തായാലും അത് മേടിച്ചിട്ട് വന്നിട്ട് അമ്മയും കുട്ടിയും പോയി മേടിച്ചിട്ട് വന്നു കേട്ടോ. ഞാനപ്പോഴത്തേന് പിന്നെ അതിലേക്ക് ഉള്ള ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ ചെറിയ ഉള്ളി അതൊക്കെ നന്നാക്കി വെക്കുകയാണ് കേട്ടോ. അപ്പം ഇനി നന്നാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ വേഗം പണി വരും. കാര്യം എനിക്ക് എന്താണെന്നറിയില്ല കേട്ടോ. മീൻകറി വയ്ക്കുമ്പോൾ ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറയുന്നത് എനിക്കറിയില്ല. ഈ ചെറിയ ഉള്ളി, അതേപോലെ ഞങ്ങളിവിടെ ചെറിയ ഉള്ളി ഇട്ടിട്ടാണ് കേട്ടോ അധികം മീൻകറിയൊക്കെ വെക്കാറ്. അപ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി ഇതൊക്കെ ഒന്ന് നന്നാക്കി എടുത്ത് വരുമ്പോഴത്തേക്കും കുറച്ച് സമയം പിടിക്കും പോലെ എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് മിക്സിയുടെ ചെറിയ ജാറ് കേടാട്ടോ. അതുകൊണ്ട് ഇടിക്കല്ലിൽ ഇട്ടിട്ട് ഇടിച്ചെടുക്കുക തന്നെ വേണം കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു അതെന്തോ വലിയ പണിയാണ്, അല്ലെങ്കിൽ അതാണ് ഏറ്റവും വലിയൊരു പണി. എനിക്ക് തോന്നുന്നത് കറി വെക്കാൻ നേരം വൈകുന്നത് അതുകൊണ്ടാണ് എന്നൊക്കെ എനിക്ക് തോന്നിപ്പോകും കേട്ടോ. എന്താണെന്നറിയില്ല, എൻ്റെ ഒരു ഫീലാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ എന്നാൽ അത് എല്ലാം റെഡിയാക്കി ചതച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ കറി ഇതാ പറയുമ്പോഴത്തേനും നമുക്ക് അടുപ്പത്ത് വെക്കാനും കഴിയുകയും ചെയ്യും കേട്ടോ. അങ്ങനെ അതെല്ലാം ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നാക്കി വെച്ചു. അതിനിടയിൽ അമ്മ ഇതാ ചായയൊക്കെ കുടിച്ചു കേട്ടോ. ഇന്ന് രാവിലെ ചായക്ക് കടി എന്ന് പറയുന്നത് റവമാവായിരുന്നു കേട്ടോ. പിന്നെ ഇന്ന് പാലുണ്ടായിരുന്നില്ല. അപ്പോൾ പാലില്ലാത്തതുകൊണ്ട് ഇന്ന് കട്ടൻ ചായ ആയിരുന്നു. അതുകൊണ്ട് ഞാറ്റൊന്ന് ചായ കുടിച്ചിട്ടില്ല കേട്ടോ. അവൾക്ക് കട്ടൻ ചായ വലിയ പിടുത്തല്ല. അപ്പം ഇന്ന് ചായ കുറച്ച് കുറവാട്ടോ കുടിച്ചത്. അല്ലെങ്കിൽ പാലൊഴിച്ച ചായ ആണെങ്കിൽ അവളുടെ കുഞ്ഞിക്കപ്പിന് ഒരു 1/2 കപ്പ് ചായയൊക്കെ അവൾ കുടിക്കും കേട്ടോ. അപ്പം അങ്ങനെ അമ്മ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ തോരൻ വെക്കാൻ കുറച്ച് വെണ്ടയ്ക്ക ഇരിപ്പുണ്ട്. നമ്മളത് അങ്ങനെ വെച്ച സാമ്പാർ വെക്കാമെന്നൊക്കെ വിചാരിച്ച് മേടിച്ചതാട്ടോ. നോക്കുമ്പോൾ സാമ്പാർ വെക്കുന്നില്ല. ഇനിയിപ്പോൾ എന്തായാലും മീൻ വെക്കുന്നതുകൊണ്ടേ പിന്നെ അത് അങ്ങനെ ഇരുന്ന മൂത്ത് പോവും വെണ്ടയ്ക്ക. അപ്പോൾ അത് തോരൻ വെക്കാമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട് കേട്ടോ, മെഴുക്ക് പുരട്ടി പോലെ. അപ്പോൾ അമ്മേനോട് ഞാൻ അതൊന്ന് നുറുക്കിത്തരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി അമ്മ കുറച്ച് വിറകൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ട്, വിറക് കുറച്ച് കുറവുണ്ടായിരുന്നു കേട്ടോ അടുപ്പിൻ്റെ ചുവട്ടിൽ. അപ്പം മഴ നല്ല പെയ്യുമ്പോഴത്തേക്കും നമുക്കത് കൊണ്ടുവന്ന് വെച്ചാൽ നമുക്കിങ്ങനെ വിറക് ഷെഡൊന്നും ഇല്ലാത്തതുകൊണ്ടേ മുകളിലാണ്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വരണം. അപ്പം ഞാൻ അതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ അരിയൊക്കെ ഇട്ടതിന് ശേഷം മീനൊക്കെ നന്നാക്കി എടുത്തു. ഇനിയിപ്പോൾ എന്തായാലും ഇനി മീൻ കറി വെക്കാനുള്ള തുടക്കമാണ് കേട്ടോ. അപ്പം അന്ന് ചെറിയ ഉള്ളിയൊക്കെ വാട്ടി, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, അതേപോലെ ഇഞ്ചി, കുറച്ച് പെരിഞ്ചീരകം കൂടിയൊക്കെ ഇട്ടിട്ട് അത് വാട്ടി, തക്കാളിയൊക്കെ വാട്ടിയെടുത്തിട്ട് അതിൽ മുളകും മഞ്ഞളും എല്ലാം ഇട്ടിട്ട് മുളകിട്ട് കേട്ടോ. മീൻ മുളകിട്ടതാണെന്ന് വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിതെല്ലാം കൂടി ഒന്ന് വാട്ടിയെടുത്തിട്ട് വേണം മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചിട്ട് നമുക്കത് എന്താ പറയുക പുളിയൊക്കെ ഒഴിച്ചിട്ട് വെക്കാൻ കേട്ടോ. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ഇത് മാത്രമല്ലേ ഉള്ളൂ. ഇത് കറി വെക്കാം, പിന്നെ തോരനും കൂടി വെച്ചാലേ. ഇപ്പോൾ വലിയ മീൻ, കഷ്ണം മീനൊക്കെ മേടിച്ച് പൊരിച്ച് ആൾക്ക് കൊടുക്കണോണ്ട് ഇനിയിപ്പോൾ ഇത് കഴിക്കുമോ, കറി വെച്ചിട്ടൊക്കെ ഇത് കഴിക്കുമോ എന്നുള്ളത് അറിയില്ല കേട്ടോ. അല്ലെങ്കിൽ വെണ്ടയ്ക്ക കറി വെച്ചാൽ മതിയായിരുന്നു. അപ്പോൾ പിന്നെ അത് അവൾ തേങ്ങ അരച്ചിട്ടില്ലെങ്കിൽ അവൾ കഴിക്കില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ വെച്ച് നോക്കുന്നുണ്ട്, കഴിക്കുമോ എന്നുള്ളത് അറിയില്ല ഇനി. എന്നാലും മീനായിരിക്കും മുമ്പിൽ വേണ്ടത് അവൾക്ക് മീനാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ എന്തായാലും കറി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം വാട്ടിയെടുത്തിട്ട് നമ്മൾ പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ച് ചട്ടിയിലേക്ക് കുറച്ച് ഉലുവ പൊട്ടിച്ച് പച്ചമുളകൊക്കെ കീറിയിട്ട് കുറച്ച് നമ്മുടെ കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുത്തു കേട്ടോ. പിന്നെ അടുപ്പത്തായതുകൊണ്ട് വെക്കുന്നത് അടുപ്പത്താണ്. അപ്പോൾ ഗ്യാസിലേക്കൊന്നും ഞാൻ പോയില്ല കേട്ടോ, ഗ്യാസിൽ വെക്കാൻ. അപ്പോൾ വിറക് കൊണ്ടുവന്നപ്പോൾ അടുപ്പ് ഇങ്ങനെ ചൂടായി കിടക്കുമ്പോൾ നമുക്ക് അതിൽ തന്നെ വെക്കാൻ തോന്നുള്ളൂ കേട്ടോ. പിന്നെ ഇപ്പോൾ മഴ ആയതുകൊണ്ടൊക്കെ ഒക്കെ ഒന്ന് വിറക് എത്ര ഉണങ്ങിയ വിറകാണെങ്കിലും മഴക്കാലത്തൊരു ചിതർപ്പ് വന്നുകൊണ്ടേ അതുകൊണ്ട് ഒരു കത്താനൊരു മടി വിറകിനൊക്കെ. അപ്പം അങ്ങനെ മസാലയൊക്കെ നമ്മൾ അരച്ച് ചേർത്ത് പുളിയൊക്കെ ഒഴിച്ച് നമ്മുടെ കൂട്ട അങ്ങനെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ, പുളിവെള്ളമൊക്കെ. ഇനിയിപ്പോൾ അതിലേക്ക് ചെറിയ മീൻ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതൊന്ന് പാകത്തിനൊന്ന് വെന്ത് വരുമ്പോഴത്തേനും, അധികം വേവൊന്നും വേണ്ടില്ല, കുഞ്ഞു മീനായതുകൊണ്ട് 1-2 തളയൊക്കെ തിളയ്ക്കുമ്പോഴത്തേനും ഒന്ന് അടച്ച് വെച്ചിട്ട് തിളപ്പിക്കുമ്പോഴത്തേനൊക്കെ അത് റെഡിയാവും. അപ്പം ഇനി അത് കഴിഞ്ഞിട്ട് വേണം തോരൻ വെക്കാൻ കേട്ടോ. പിന്നെ കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു, മീനൊക്കെ കഴുകിയ പാത്രങ്ങളും മീനാക്കിയതെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒന്ന് കഴുകി വെച്ചിട്ടുണ്ടെങ്കിൽ പണി പെട്ടെന്ന് ഒരുങ്ങുമല്ലോ. പാത്രങ്ങൾ അങ്ങനെ കടന്നിട്ടുണ്ടെങ്കിൽ പിന്നെ
നമ്മൾ ആദ്യം പിന്നെ ഇതിൻ്റെ ഇടയിൽ ഓരോന്ന് ചെയ്യുമ്പോഴേ അപ്പോൾ ആ പണി അങ്ങോട്ട് ഒരുങ്ങി കിട്ടുമല്ലോ. ഇനിയിപ്പോൾ കുറച്ച് അലക്കാനുണ്ട് കേട്ടോ. രാവിലെ നല്ല മഴയായിരുന്നു, ഇപ്പോൾ കുറച്ച് മഴയ്ക്ക് കമ്മിയുണ്ട് കേട്ടോ. അപ്പോൾ കുട്ടിയുടെ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് അലക്കിയിടണം. അപ്പോൾ പിന്നെ എന്തായാലും ഇത് കഴിഞ്ഞാൽ നമുക്ക് പണി തന്നെ കേട്ടോ. ഇന്ന് പിന്നെ കുറച്ച് നേരത്തെ പണികളൊക്കെ ഒരുങ്ങിട്ടോ. പിന്നെ രാവിലെ 5:30 എണീച്ചുകൊണ്ടേക്ക് ഞാൻ 3 മണിക്കൊക്കെ എണീക്കാറ്. ഏട്ടന് പണിയില്ല, അപ്പോൾ ഇന്ന് പിന്നെ ഏട്ടന് കുറച്ച് അടുത്തായിരുന്നു പണി. അപ്പോൾ കുറച്ച് വൈകിട്ട് പോയാൽ മതിയല്ലോ പറഞ്ഞിട്ട്, അപ്പോൾ ഞാൻ കുറച്ച് നേരം വൈകിട്ടാട്ടോ എണീച്ചത്. ഒരു 5:30 കഴിഞ്ഞ സമയത്ത് എണീച്ചത് കേട്ടോ. അപ്പോൾ അങ്ങനെ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞു. അങ്ങനെ അപ്പോഴത്തേന് നമ്മുടെ മീൻകറിയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ച് ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി തൂവി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മീൻകറി റെഡിയായിട്ടോ. കുഞ്ഞാറ്റയ്ക്ക് ഇനിയിപ്പോൾ കൊടുക്കേണ്ട ഒരു കാര്യം ആലോചിക്കുമ്പോഴാട്ടോ. ഇനി ചിലപ്പോൾ കുഞ്ഞു മീനായതുകൊണ്ട് നമ്മളാണെങ്കിൽ പിന്നെ ഇതങ്ങനെ ചവച്ചരച്ച് കഴിക്കും കേട്ടോ. പക്ഷേ അവൾക്കിങ്ങനെ ഇങ്ങനെ ദശ മാത്രം കഴിച്ച് ശീലമായതുകൊണ്ട് ഇനിയിപ്പോൾ ഇതിങ്ങനെ കഴിക്കാമെന്ന് എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെ മീൻകറിയൊക്കെ ഇനിയിപ്പോൾ വെണ്ടയ്ക്കത്തോരൻ വെക്കണം കേട്ടോ. അപ്പോൾ വെണ്ടയ്ക്കൊക്കെ അമ്മ പിന്നെ നുറുക്കിയെല്ലാം റെഡിയാക്കി തന്ന് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിലേക്ക് വേണ്ട മുളകും ചെറിയുള്ളിയും അതെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം എന്തായാലും അതും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കണം. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരുടെയും? എല്ലാവരും സുഖമായിരിക്കണോ? മഴയൊക്കെ ആയതുകൊണ്ട് ഭയങ്കര ഇതായിരിക്കൂലേ. ജോലിക്കൊക്കെ പോണ ആൾക്കാർക്കാണ് ബുദ്ധിമുട്ട് കേട്ടോ. രാവിലെ എല്ലാം റെഡിയാക്കി പിന്നെ ഒക്കെ പോകണ്ടേ പുറത്തേക്ക് പോകുമ്പോഴേക്ക്. അപ്പം അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു. പിന്നെ ഉച്ച കഴിഞ്ഞൊരു 4-5 മണിയൊക്കെ ആയപ്പോൾ ഏട്ടൻ വന്നു കേട്ടോ. അപ്പം അങ്ങനെ ഞങ്ങൾ ഇരുമ്പാച്ചോല കാഞ്ഞിരപ്പുഴ ഡാമിൻ്റെ പുറയിലേക്ക് പോയി കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ നിറച്ചു. പിന്നെ വരുന്ന വഴിക്ക് ഞങ്ങൾ ചായയൊക്കെ കുടിച്ചിട്ടോ. അതിൽ കുഞ്ഞാറ്റ ഒന്ന് മയങ്ങിയിട്ടോ വണ്ടിയിൽ ഇരുന്നിട്ട് തന്നെ. അപ്പോൾ ഡാമിൻ്റെ ഈ ഭാഗത്തു കൂടെയൊക്കെ വെള്ളം ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പോൾ മഴ കുറച്ച് കമ്മിയായതുകൊണ്ട് ഇനി കുറച്ച് കഴിയുമ്പോഴത്തേനൊക്കെ അതിൽ കൂടെയൊക്കെ വെള്ളമാവും കേട്ടോ. പിന്നെ അപ്പുറത്ത് നമ്മൾ ഇറങ്ങി വന്ന സ്ഥലത്തൊക്കെ വീടുകളാണ്. പിന്നെ ഈ കാണുന്നതാട്ടോ, നമ്മൾ ഈ സൂം ചെയ്ത് കാണുന്നതാണ് ഡാമിൻ്റെ ഷട്ടർ കേട്ടോ. അപ്പോൾ നിറച്ചും ആളുകളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ഫസ്റ്റ് ടൈം കാണുക കേട്ടോ ഈ സ്ഥലമൊക്കെ. എനിക്ക് ഭയങ്കര എന്താ പറയുക അതിശയമായി പോയിട്ടോ. കാരണം ഇങ്ങനെയൊക്കെ ഒരു സ്ഥലം നമ്മുടെ നാട്ടിലുണ്ടായിട്ട് നമ്മളിതുവരെ കണ്ടില്ലല്ലോ എന്നൊക്കെ കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ടൈം കാണുക കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഡാമിൻ്റെതാ ഒരു വശത്ത് പോയി. ഇങ്ങനെ ദ്വീപ് പോലെ കിടക്കുന്നൊക്കെ ഇടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അവിടേക്കൊന്നും പോയില്ല. ഞങ്ങൾ നേരെ അപ്പോൾ വന്ന ഈ വീഡിയോ എടുത്ത ആ ടൈം തന്നെ ഉള്ളൂ കേട്ടോ ഞങ്ങളിവിടെ സ്പെൻഡ് ചെയ്തത്. അപ്പോൾ തന്നെ കുഞ്ഞാറ്റയ്ക്ക് ഒന്ന് വെള്ളത്തിൽ ഇറങ്ങി കാലൊക്കെ കഴുകണം എന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങോട്ടൊന്നും പോയില്ല കേട്ടോ, പേടിയാണ്. അപ്പോൾ അവിടെ തന്നെ നിന്ന് കാലൊക്കെ ഒന്ന് കഴുകിയിട്ട് കുറേ പിള്ളേരൊക്കെ അപ്പുറത്ത് ഇങ്ങനെ കളിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. കുഞ്ഞു പിള്ളേരൊക്കെ തന്നെ ആളുകളൊക്കെ ഉണ്ട് അവരുടെ കൂടെ. എന്നാലും ഞങ്ങൾ അങ്ങനെ ഒന്നും ഇറങ്ങിയില്ല കേട്ടോ. വേഗം കാല് നനച്ചിട്ട് അങ്ങനെ കയറിയിട്ടോ. പിന്നെ ചെരുപ്പൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ ഈ കഴിഞ്ഞതും ഞങ്ങൾ അപ്പോഴേ തിരിച്ചു പോകുന്നു കേട്ടോ. ഞങ്ങളവിടെ എത്തിയപ്പോഴത്തേന് തന്നെ സമയം 6:10 ആയിരിക്കണം കേട്ടോ. പിന്നെ നമുക്ക് പെട്ടെന്ന് മഴ എങ്ങാനും പെയ്യുന്നത് അറിയില്ല. കാരണം മലമ്പ്രദേശമായതുകൊണ്ട് പെട്ടെന്ന് മഴ പെയ്യും. അപ്പോൾ ഞങ്ങൾ കുടയൊന്നും കയ്യിൽ കരുതിയില്ല. മഴ പെയ്താൽ കുട്ടി നനയും. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് പോയിട്ട് ജസ്റ്റ് വന്നു കേട്ടോ. പിന്നെ ഇറങ്ങിയപ്പോഴത്തേന് തന്നെ പിന്നെ അവിടെ നിന്ന് 6:30-6:45 ആയി വന്നപ്പോഴത്തേന് കേട്ടോ. ഒരു അരമണിക്കൂർ തയ്ച്ച് നിന്നിട്ടില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോകുന്നു കേട്ടോ. പോരുന്ന വഴിക്ക് ഇതാ കുഞ്ഞാറ്റ പോണ വഴിക്ക് ഞങ്ങൾ ഒരു ഗ്ലാസ് ചായ കുടിച്ചു. ആ ടൈമിൽ ആൾ നല്ല മയക്കത്തിലായിരുന്നു. വരുന്ന ടൈമിൽ പിന്നെ ആൾ നല്ല അവിടെ ഐസ്ക്രീമും എല്ലാം വെള്ളമൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ അതൊന്നും മേടിച്ചു കൊടുത്തില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു എന്നറിയോ, വരുന്ന വഴിക്ക് ഒരു ചായയൊക്കെ മേടിച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ ദാഹം കൊണ്ട് ആളും പെട്ടെന്ന് കുടിക്കുകയും ചെയ്തു. പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന കഫേയിൽ നിന്ന് ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു. ആ കഫേയിൽ തന്നെ കയറി ഭക്ഷണമൊക്കെ കഴിച്ചു കേട്ടോ. അപ്പോൾ ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. പിന്നെ എല്ലാവരും നമ്മളിതുവരെ സപ്പോർട്ട് ചെയ്തവർക്കൊക്കെ ഒരുപാട് താങ്ക്സ് കേട്ടോ. അപ്പോൾ ഇനി നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ടാറ്റാ ബൈ ബൈ.